മഹാഗുരു ശരണം. മഹാഗുരു ശരണം. നമസ്കാരം സർ. നമസ്കാരം സർ. നമുക്ക് നമ്മുടെ തത്വമസി ഗ്രൂപ്പിലുള്ള നമ്മുടെ എവരുടെയും പ്രിയപ്പെട്ട റോഷിനി ടീച്ചർ നമുക്കൊരു വീഡിയോ അയച്ചു തന്നിരുന്നു. ആ വീഡിയോയിൽ നമ്മുടെ യൂട്യൂബ് റിലേറ്റഡ് ഡിസ്കഷൻ എന്ന് പറയുന്ന നമുക്കൊരു ഗ്രൂപ്പുണ്ട്. യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിലാണ് കുറച്ച് വേണ്ടപ്പെട്ടവരൊക്കെ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ അതിലാണ് ഒരു ഡിസ്കഷൻ സജഷൻ നമ്മൾ എടുക്കുന്നതും നമ്മുടെ ചാനലിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരു പെർട്ടിക്കുലർ കാര്യം പറഞ്ഞ ആ ഒരു സമയത്ത് യൂട്യൂബ് റിലേറ്റഡ് ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന്റെ ഇത് മാത്രം ബ്ലിങ്ക് ചെയ്യുന്നു ലൈറ്റ്സ്. ടീച്ചർ പെട്ടെന്ന് തന്നെ അത് വീഡിയോ എടുത്ത് നമുക്ക് ഷെയർ ചെയ്ത് തരുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ കൂടെ ഞാൻ അത് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ ക്ലിപ്പ് നമുക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെയാണ് അതെ, അദ്ദേഹത്തിന്റെ ഒരു എനർജി പ്രസൻസ്, സോൾ പ്രസൻസ് ഉണ്ടാകുന്നുണ്ട് എന്ന് അദ്ദേഹം സാറിനോട് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ സാറ് പറഞ്ഞു ഇനി അങ്ങനെ വരുമ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യണമെന്ന്, അല്ലേ സാർ? ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് ഇതേപോലെ റൂമിലുള്ള ലൈറ്റ്സ് ബ്ലിങ്ക് ആവും. അതും റെക്കോർഡ് ചെയ്ത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഈ വീഡിയോയുടെ കൂടെ ഈ 2 ക്ലിപ്പിംഗ്സും നമുക്ക് ആഡ് ചെയ്യാം. കാരണം നമ്മൾ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും തള്ളുകയാണ് എന്നുള്ളത്. അപ്പോൾ വിത്ത് പ്രൂഫ് നമുക്ക് തീർച്ചയായിട്ടും ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് തരാം. അപ്പൊ അതിന്റെ ആധികാരികമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് സാറ് തീർച്ചയായിട്ടും അതെന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും. തീർച്ചയായിട്ടും കേൾക്കാം. അത് എനിക്കും ഇതൊക്കെ അതിശയമാണ്. കാര്യം തിരുമേനി ഇത് പറഞ്ഞിരുന്നു, ബ്രഹ്മശ്രീ കൃഷ്ണപ്രാന്തിരി തിരുമേനി ഇത് പറഞ്ഞിരുന്നു. ഈ ആത്മാക്കളുണ്ട്, അങ്ങനെ ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ സർവമായ നേരത്തെ ഡിസ്കസ് ചെയ്തു. സർവമായയിൽ നിവിൻ പോളിയുടെ കഥാപാത്രം ആ സോളിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ കൂടെ നിൽക്കുന്നവർക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലായോ? പക്ഷേ അതിൽ വേറൊന്നുണ്ട്. ആ സോള് കൂടി പേടിച്ച ഒരു സാധനമുണ്ട്, ബംഗാളി. അല്ലേ? സോളും നിവിൻ പോളി ഒരുമിച്ച് ഞെട്ടുന്ന ഒരു സീൻ, അത് ബംഗാളിയാണ് ഓടിപ്പോകുന്ന ഒരു സീനുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും നമുക്കും സോൾസിനും അറിയാൻ പറ്റാത്ത കാര്യം. ആ സർവമായയുടെ ഒരു ഇത് വെച്ച് ഞാൻ പറയുകയാണ്, പലരുടെയും അറിവുകൾക്ക് പരിമിതിയുണ്ട്. ഓരോ കാലഘട്ടമനുസരിച്ചാണ്. ചിരിച്ചോളൂ, വീഡിയോയിൽ വരട്ടെ. അപ്പോൾ ഈ തിരുമേനിയുടെ കഴിഞ്ഞിട്ട് പ്രദീപ് കെ നൈനാൻ സാറിൻ്റെ ക്ലാസ്സിന് ഇരിക്കുന്നു ഞാൻ, മൈൻഡ് പറ. അപ്പോൾ ചോദ്യം വന്ന് ആത്മാക്കളുണ്ടോ എന്ന് ചോദിച്ചു. ആത്മാക്കളുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അദ്ദേഹം കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട്, അദ്ദേഹം പ്യുവർലി സയൻറ്റിഫിക്കലി ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു മതത്തിനെ പക്ഷേ എല്ലാത്തിനെയും ഇത് ചെയ്ത്. എനിക്കതാണ് അദ്ദേഹത്തിൻ്റെ പേര് കണ്ടറിയാം, പ്രദീപ് കെ നൈനാൻ എന്ന് പറഞ്ഞ്. ഇപ്പോൾ അമ്പലത്തിൽ സദ്യക്കും പോയി പച്ചക്കറി അരിയുന്ന ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേര് പറയണം. അതെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇങ്ങനെ നോക്കിയിട്ട് കുറച്ച് സോൾസ് ഉണ്ടെന്ന് പറഞ്ഞു. സാറ് വെറുതെ തള്ളു കാണുന്ന എനിക്ക് തോന്നുന്നു. സത്യം പറയാം, അദ്ദേഹം എനിക്കറിയാത്തത് വേറൊരാൾ പറയുമ്പോൾ നമ്മുടെ ഇതിൻ്റെ താഴെ വന്നിട്ട് നമ്മൾ തള്ളുന്നെന്ന് പറയുന്ന പോലെ തന്നെ മൈക്കുണ്ടോ എന്നൊരു സംശയം വന്നു, അതാണ് നോക്കിയത്. നമുക്കും തോന്നും. പക്ഷേ ഇന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചില ഇത് വെച്ചിട്ട് ഒരു പക്ഷേ കാണിക്കാൻ സാധിച്ചു. അന്ന് അദ്ദേഹത്തിന് അത് അറിയായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി തള്ളിപ്പൊളി വണ്ടി. അതാണ് സത്യം. നമുക്കറിയില്ല, നമ്മുടെ അറിവിൻ്റെ പരിമിതി വേറൊരാളുടെ തള്ളായിട്ട് തോന്നും. ആ ഒരു ഇത്. അപ്പോൾ ഇതിൽ വന്നെന്താ വെച്ചാൽ ഏതോ പർട്ടിക്കുലർ വിഷയം നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്ന് വെച്ചത് സോളിനെ കുറിച്ചാണ്. സോളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം എന്നുള്ള വിഷയത്തിലാണ്. അത് യൂട്യൂബ് റിലേറ്റഡ്. അത് ഞങ്ങൾ തത്വമസി അഡ്മിനുണ്ട്, വേറെ ചിലരുമുണ്ട്. കാര്യം യൂട്യൂബ് റിലേറ്റഡ് ചില അഡ്വൈസ് തരുന്ന ആൾക്കാരുണ്ട്, അവരുമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലാണ് ഒരു പർട്ടിക്കുലർ വിഷയം എനിക്ക് തോന്നുന്നത് റോഷി ടീച്ചർ ഇട്ടു എന്ന് തോന്നും, ആ സബ്ജക്റ്റ് ഇട്ടു എന്ന് തോന്നും. ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അത് നമ്മൾ സാധാരണ വാട്സാപ്പ് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തരുടെ പേരൊക്കെ കാണുമ്പോൾ ഈ യൂട്യൂബ് ഇത് മാത്രം ബ്ലിങ്ക് ചെയ്യുന്നു. പക്ഷെ അതിനെ ടെക്നിക്കലി ആ ഒരു ഇത് മാത്രം ബ്ലിങ്ക്, എന്നാൽ എല്ലാം ബ്ലിങ്ക് ആകണം, എന്താണെന്ന് മനസ്സിലാകാത്ത. അപ്പോൾ ആ പർട്ടിക്കുലർ സോളിന് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്. രണ്ടാമത്തെ വിഷയം, ഞാനുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തി, അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇത് കിട്ടുന്നുണ്ട്. ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗായത്രിയോടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ എനർജി, നിങ്ങളുടെ ആവശ്യങ്ങൾ പറയും. മനസ്സിലായി? നമ്മളിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനെ കണ്ടു, ഹീ എന്ന് പറഞ്ഞ് സെൽഫി എടുക്കല്ലേ വേണ്ട, നമ്മുടെ ആവശ്യമാണ് പറയേണ്ടത്. നമ്മുടെ ആവശ്യം സമയത്ത് പറയാൻ ആയിട്ട് നമുക്ക് സാധിക്കണം. സാധാരണ പണ്ടത്തെ ആൾക്കാർ പറയാം, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് പറക്കുന്നു എന്ന് പറയുന്നു. ഈ എനർജീസ് വരുന്ന നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് അറിയാനും
അതിന് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ചെയ്യാനാണ്, വിശ്വസിക്കുന്നവർക്ക് മാത്രം കേട്ടോ. ഇപ്പോൾ താഴെ വന്നിട്ട് പറയും എന്നാൽ ആ എനർജീസിനെ വിട്, എൻ്റെ ആവശ്യങ്ങളുണ്ടെന്ന് പറയുന്ന ബിരുദന്മാരും ബിരുദത്തികളും ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ചോരയിൽ ഞങ്ങൾക്ക് പങ്കില്ല. അത് തന്നെത്താനെ എല്ലാവരും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ വ്യക്തിയുടെ അടുത്ത് ആവശ്യങ്ങൾ പറയാൻ പറഞ്ഞപ്പോഴാണ് അവിടെ ഇട്ട ആ ബൾബ് ബ്ലിങ്ക് ആകുന്നത്. എന്ന് പറഞ്ഞാൽ യെസ്, കേട്ടു, റെസ്പോണ്ട് ചെയ്യുന്നു. ഞാനിപ്പോ സാറിനോട് ചോദിക്കാൻ വന്നത് അതാണ്. സാർ എപ്പോഴും എല്ലാവരോടും പറയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു സോൾ പ്രസൻസ്, എനർജി പ്രസൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയണം, പരാതി പറയരുത്, ഓടിക്കരുത്, പരാതി പറഞ്ഞ് ഓടിക്കരുത്. അതെ, തീർച്ചയായിട്ടും. പോസിറ്റീവായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പറയൂ എന്നുള്ളത് സാർ അങ്ങനെ പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇപ്പൊ പോലും നമ്മൾ ഈ വീഡിയോയുടെ ഇടയിൽ ഞാൻ ചിന്തിക്കുകയാണ്, അടുത്തത് സാറിനോട് ചോദിക്കണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ടല്ലോ സാർ, എങ്ങനെയാണ് ആ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് എങ്ങനെയാണ് ആ റെസ്പോൺസ് കിട്ടുന്നത് എന്നുള്ളത്. ഇവര് പല സിനിമകളിലും നമ്മൾ കാണുന്നുണ്ട്, മുമ്പിലേക്ക് വന്ന് പ്രത്യക്ഷപ്പെടുന്നു, അല്ലെ നമ്മൾ പേടിക്കുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളും. സത്യത്തിൽ ഇങ്ങനെയൊന്നും അല്ല സംഭവിക്കുന്നത്. പക്ഷെ എങ്ങനെയായിരിക്കും ആ കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്വരമായിട്ട് വരാം, പിക്ചറായിട്ട് വരാം, പിക്ചറായിട്ട് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കേസുകളുണ്ട്. പിക്ചറായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് സാർ? നമുക്കൊരു റീല് പോലെ തന്നെ നമ്മൾ കണ്ണടച്ചാൽ നമ്മൾ പടങ്ങൾ കാണുന്നില്ലേ, അതേപോലെ നമുക്ക് വരും. ഈ കണ്ണ് തുറന്ന് കാണുന്ന പരിമിത സ്ഥലത്തിനേക്കാളും കൂടുതലാണ് കണ്ണടച്ച് കാണുന്ന കാഴ്ചകൾ. അതെ, കണ്ണടച്ചിരിക്കുമ്പോഴാണ്, കണ്ണ് തുറന്നിരിക്കുമ്പോഴാണ് കൂടുതൽ കാഴ്ചകൾ കാണുന്നത്. കണ്ണടച്ചിരിക്കുമ്പോൾ അതാണ് സത്യം. മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. കണ്ണടച്ചിരിക്കുമ്പോഴാണ് നമ്മൾ പല കാഴ്ച കാണുന്നുണ്ട്. നമ്മൾ ട്രംപിനെ കാണുന്നുണ്ട്, ഷീപ്പിങ്ങിനെ കാണുന്നുണ്ട്, പാകിസ്ഥാനിലെ ആളെ കാണുന്നുണ്ട്, ബംഗ്ലാദേശിലെ ആളെ കാണുന്നുണ്ട്, കൊറിയ കാണുന്നു, ഉത്തര കൊറിയയിലെ കിങ് ജോൺ ഉന്നിനെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊന്നും നേർക്കാഴ്ചകളിലൂടെ നമ്മൾ കാണുന്നില്ല. കാര്യം ഇതാണ് പണ്ട് ഏതോ ഇത് പാട്ടിലൂടെ സഞ്ചരരെ, മനസ്സുകൊണ്ട് നമ്മൾ സഞ്ചരിക്കുകയാണ്. ഈ സഞ്ചരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ അവജ്ഞയോടെ തള്ളിക്കളയാണ്ട് ഈ കാര്യം പറഞ്ഞത്. ഞങ്ങളുടെ പിള്ളേർ 10ാം ക്ലാസ് പഠിക്കാൻ പോവുകയാണ്, ഇത് ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി നമ്മൾ തത്വമസി ഗ്രൂപ്പിൽ ഞാൻ ഫോർവേഡ് ചെയ്ത് ഇത് കണ്ട് അവരുടെ കുട്ടിക്ക് രുദ്രാക്ഷ ഇടാൻ പറഞ്ഞു. ആ രുദ്രാക്ഷ ഇട്ട് കഴിഞ്ഞിട്ട് ആ കുട്ടി പറഞ്ഞ മറുപടി, ടെക്സ്റ്റ് മെസ്സേജ് ഞാൻ വായിച്ചതല്ലേ, ആ വൈബ്രേഷൻ മനസ്സിലായി കുഞ്ഞിന്. ആ കുഞ്ഞെന്ന് പറഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന ഇതാണ്. അപ്പോൾ ഒരു വിമർശനാത്മകമായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്ന സമൂഹമാണ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ. അവർക്കൊരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ പറയുള്ളൂ. നമ്മളെപ്പോലെ തോന്നലുകൾ, നമ്മൾ ഒരു ചന്ദനം തൊട്ടാൽ അത് ആ ചന്ദനമാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനോടൊരു മമത തോന്നും. ഇത് മമത ഇല്ലാണ്ട് ഇതിട്ട എന്തോ ശരിയാകുമെന്ന് പറയുന്ന, എന്നാൽ ശരിയാകാമെന്ന് നോക്കാമെന്ന് വിചാരിച്ച് ധരിക്കുന്നവരുണ്ട്. ആ കറക്റ്റ് ന്യൂട്രലൈസേഷനിൽ നിന്നുകൊണ്ട് ആയാലായി, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള മനോഭാവത്തിൽ നിന്നാൽ മതി. ആകുമെന്ന് പറഞ്ഞ് ഇത് ചെയ്യണം. അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കും. ഒരു രുദ്രാക്ഷമാകട്ടെ, ഒരു ക്ഷേത്രത്തിലെ പ്രസാദമാകട്ടെ, ഓടക്കുഴലാകട്ടെ, എന്തിലും കമ്മ്യൂണിക്കേഷൻ നടക്കും. അത് ഞാൻ പറയണത്, ഒരു നന്ദി പറയണത്, ഇത് ആദ്യമായിട്ട് പറഞ്ഞത് ശ്രീ അശോക് നാരായണൻ സാർ, ഞാൻ ഹിപ്നോട്ടിസം പഠിപ്പിച്ചത്. അദ്ദേഹം അന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ മെഡിറ്റേഷനിലിരിക്കൂ. നിങ്ങൾ മെഡിറ്റേഷനിലിരിക്കുമ്പോഴത്തേക്കും പ്രപഞ്ചം നമ്മോട് സംവദിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചം ഏതാണെന്ന് അന്വേഷിച്ചു പോകണ്ട. കായത്തെയും പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്, ക്യാമറയുടെ പുറകിലിരിക്കുന്ന സുനിലും പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്, ഞാനും പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്, ഇരിക്കണ മയിൽപ്പീലിയും പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. ഫാനില്ല, മയിൽപ്പീലി അങ്ങനെ ഇവിടെ ഇത് ചെയ്യുന്നു. നമ്മൾ ഫാൻ ഓഫ് ചെയ്തിരിക്കുക. മയിൽപ്പീലിയുടെ ഈ ഭാഗം നമ്മൾ പറഞ്ഞത് കേട്ടെന്ന് പറഞ്ഞ് ഇത് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഊതുന്നുണ്ടോ? ഇല്ല. എങ്ങനെ മയിൽപ്പീലി അനങ്ങുന്നു? ചില ഭാഗം അനങ്ങുന്നു. ഇവിടുന്ന് ഫാനൊന്നും വരുന്നില്ല. അതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അതാണ് ഈ നമ്മൾ മയിൽപ്പീലി കാണുമ്പോൾ മുരുകനെ ഓർക്കും, കൃഷ്ണനെ ഓർക്കും. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈച്ച് ആൻഡ് എവരി ഇത് എന്താണ് പ്രോപ്പർട്ടി എന്ന് പറയാം അല്ലേ? നമ്മൾ ഈ ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ ഏത് പ്രോപ്പർട്ടി? ഈച്ച് ആൻഡ് എവരി ഐറ്റം ഈസ് ദി പ്രോപ്പർട്ടി ഓഫ് ഗോഡ്. ആ ഇതിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ ചിലർ പറയും, നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ഫോട്ടോ അയച്ചു തന്നു, അതിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ കൃഷ്ണൻ്റെ ഫോട്ടോയാണ്, ഞാൻ അത് കാണിക്കും, ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് ആൾക്ക് തോന്നുന്നു. ആണ് നമ്മുടെ തത്വമസിയിലൊരു ഭയങ്കരമായിട്ടുള്ളൊരു ഇത് വന്നപ്പോഴത്തേക്കും ശ്രീജ ടീച്ചറിൻ്റെ മകൻ നായിക് ഇന്ദ്രജിത്തിൻ്റെ ഫോട്ടോയിൽ കണ്ണുനീര് വരുന്ന പോലെയുള്ള ആ വീഡിയോ നമ്മൾ കണ്ടു. ഏതോ ഇങ്ങനെ കൂടി ഈ നമ്മുടെ മുഖം ഇങ്ങനെ വലിഞ്ഞു മുറുകുമ്പോഴുള്ള പാട്. ഏതായാലും ഒരു കാര്യം പറയാം, ശ്രീജ ടീച്ചർക്ക് ക്യാമറ ടെക്നിക് ഒന്നും അറിയില്ല. അതും പറയും, അത് ശ്രീജ ടീച്ചർക്ക് അതൊന്നും അറിയില്ല. ഒരു വയസ്സൊന്നുമില്ല,
55-56 വയസ്സുള്ള ആളാണ്. സാധാരണ ക്യാമറ ഓൺ ഓഫ് ചെയ്യാൻ അറിയാം, റെക്കോർഡിങ് ഓൺ ഓഫ് ചെയ്യാൻ അറിയാന്നുള്ള അതിൽ കൂടുതൽ ടെക്നിക്കൊന്നും അറിയാത്ത ആളാണ്. ലൈറ്റിംഗ് ഇതൊന്നും ചെയ്യാൻ അറിയാത്ത ആളാണ്. പക്ഷെ അത് കാണുമ്പോൾ അത് എല്ലാവരും കണ്ണുനീര് ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു. അതിലൊരു കാര്യം എന്നാൽ ഇപ്പോൾ നമ്മൾ തത്വമസി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടി പറയട്ടെ. തത്വമസി എന്നുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വ്യക്തി ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞ വ്യക്തി ഒരു ചിട്ടയുടെ ഇത് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ പല വീഡിയോയും കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഈ പട്ടാളത്തിലുള്ളപ്പോഴും സ്കൂൾ തുറക്കണ ദിവസം അല്ലാത്ത ദിവസമല്ല, ചില ഇൻഡിപെൻഡൻറ്റ് ഡേക്കെല്ലാം അവിടുത്തെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി പുള്ളി പഠിച്ച പെരിങ്കടവള LP സ്കൂൾ, ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ആ പഠിച്ച സ്കൂളിലെ കുട്ടികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വീഡിയോ ഇടും. മനസ്സിലായി? യൂണിഫോമിലായിരിക്കും വീഡിയോ. ഇത് ടീച്ചർക്ക് അയച്ചു കൊടുക്കും. ഒരുപക്ഷെ ടീച്ചർ ആവശ്യപ്പെട്ടിട്ട് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിട്ട് ആ പഠിച്ച സ്കൂളിനെ ഓർത്തിട്ട് ചെയ്യുന്നതാകാം. അതൊക്കെ ടീച്ചർ അവിടെ കുട്ടികളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ സംവദിച്ചുകൊണ്ടിരുന്ന വ്യക്തിക്ക് ശരീരമില്ലെങ്കിലും സംവദിക്കണ്ടേ? തീർച്ചയായിട്ടും സർ. അത് അതിലും ഞാനൊരു കാര്യം പറയാം. ഈ ശ്രീജ ടീച്ചർ ഇപ്പോൾ ഗായത്രി ഇപ്പോൾ ഇതുവരാനായിട്ട് പലയിടത്ത് പോകുന്നുണ്ടല്ലേ. ഗായത്രി എന്ന് പറയുന്ന ഒരാൾ ഗായത്രി മെഡിക്കൽ ഫീൽഡിലായിരുന്നു. ഓക്കെ, അതെന്തായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. എനിക്കറിയാൻ പാടില്ലാത്തൊരു മേഖലയായിരുന്നു ഗായത്രിയിൽ നിന്ന് അറിവ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഗായത്രി ഇവിടെ എത്തണം. ഗായത്രിയുടെ ഒരു ജീവിത നിയോഗം ഇതാ. ഇതിന് പല മീഡിയകളിൽ കയറി ഇറങ്ങി, ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് വന്നു. ഗായത്രിയുടെ ഇൻ്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യാത്ത മീഡിയ ഉണ്ട്. നമ്മൾ തമ്മിലുള്ളത് ഇനിയും ടെലികാസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതിലൂടെയൊക്കെ ദൈവം സമ്മതിക്കണം. അത് നിയോഗമുള്ളവർ പുറത്ത് വിടും. മനസ്സിലായേ? നിയോഗമുള്ളവർ പുറത്ത് വിടും. അപ്പോൾ നമ്മളൊക്കെ ഈ യൂണിവേഴ്സിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ഈ യൂണിവേഴ്സിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഈ സോൾസും ഭാഗമാണ്. അപ്പോൾ ഈ ശ്രീജ ടീച്ചറിൻ്റെ ആ ഇത് പറയുമ്പോഴത്തേക്കും ശ്രീജ ടീച്ചർ റീഡിങ് നടത്തുമായിരുന്നു. റീഡിങ് നടത്തുമ്പോൾ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ ഫോട്ടോ വയ്ക്കും. അതിൻ്റെ കൂടെ ഈ ഫോട്ടോയും വെച്ച് ഇത് ചെയ്തു. വെച്ചപ്പോഴത്തേക്കും ഞാനിത് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും പറയുകയാണ്. ചില കാര്യങ്ങൾ നമ്മൾ പറയണം, ആൾക്കാർക്ക് ആവർത്തനം വരുമ്പോഴാണ് മനസ്സിൽ കയറുള്ളൂ. അന്ന് ഇത് അന്ന് ശ്രീജ ടീച്ചറെ ഞാൻ അറിയുന്നില്ല, റോഷിനി ടീച്ചറെ അറിയുന്നില്ല. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു ഇത് ശരിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യണത് തെറ്റാണെന്ന് പറഞ്ഞു. മനസ്സിലായി? ഇപ്പോൾ ഞാനും ഗായത്രിയായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വേറൊരാൾ നമ്മളിങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഉപയോഗിക്കുന്നത് എനിക്കും ഇഷ്ടമല്ല, ഗായത്രിക്കും ഇഷ്ടമല്ല. അല്ലേ? അതുപോലെയാണത്. ശരിയല്ല എന്ന് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട ആളുടെ അടുത്ത് ചോദിച്ചപ്പോഴും പറഞ്ഞ് ഇല്ല, എൻ്റെ അടുത്ത് പെർമിഷൻ വാങ്ങിച്ചിട്ടില്ല, ചെയ്യരുത്. അപ്പോൾ റോഷിനി ടീച്ചർ മധ്യസ്ഥ പറഞ്ഞ് സാറേ എങ്ങനെയാണ്, ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് സാറ് പിന്നെ ആ റീഡിങ് അയച്ചു തന്നു. പിന്നെ അങ്ങനെ കോണ്ടാക്റ്റ് വന്നു. അപ്പോഴെന്തായിരുന്നു, ആ സോള് ഇൻഡിവിജ്വലി അറിയപ്പെടാൻ ആഗ്രഹിച്ചു. അതിന് നമ്മളെ അപ്രോച്ച് ചെയ്തു, പല രീതിയിൽ അപ്രോച്ച് ചെയ്തു. ടീച്ചറിനെ കൊണ്ട് ഇത് ചെയ്യിച്ചു. പക്ഷെ അമ്മ ചെയ്യണത് തെറ്റാണെന്ന് എന്നെ കൊണ്ട് പറയിച്ചു. അമ്മ ചെയ്യുന്നത് തെറ്റാണെന്ന്. കാര്യം എപ്പോഴും നോക്കും, ഇപ്പോൾ ഗായത്രിക്ക് മക്കളുണ്ട് അല്ലേ, ആ മക്കൾ കൊഞ്ചിക്കുന്ന കുട്ടിയെപ്പോലും ഗായത്രി എടുത്ത് അവർക്ക് ഇഷ്ടപ്പെടുകയല്ല. അവർക്ക് ആ കുട്ടിയുടെ ഒരു ഇഷ്ടമായിരിക്കും, കുട്ടീനെ അവർ കളിപ്പിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അതവർക്ക് അമ്മ എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. കാര്യം അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻറ്റിമസി ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചർ റീഡിങ് തുടങ്ങിയപ്പോൾ ഉള്ള മാറ്റങ്ങൾ നോക്കും. അപ്പോൾ പലതിലും ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹം എന്നോട്, ഞാനപ്പോൾ വിചാരിക്കും, ഞാൻ ഇപ്പോൾ ടീച്ചറിനോട് സോറിയും പറഞ്ഞു. കാര്യം എന്താണ്, പക്ഷെ അത് അങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുന്നത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ സാർ, അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നത് കൊണ്ടിട്ടാണ് നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ നമുക്കൊരു നിയോഗമാകാൻ സാധിച്ചു. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ലോകത്തിനോട് വിളിച്ചു പറയാൻ ഒരു അവസരം ടീച്ചറുമായിട്ട് ഇന്റർവ്യൂ എടുക്കാനുണ്ട്. അതെ, തീർച്ചയായിട്ടും. അത് അപ്പോൾ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തത്വമസി ഗ്രൂപ്പിൽ നമ്മൾ കുറേ നിബന്ധനകൾ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് വൈസ് ആൾക്കാരുടെ ഇപ്പോൾ പറയുമ്പോൾ എന്തുകൊണ്ടാണെന്ന് പറയാം. ഡിസ്ട്രിക്ട് വൈസ് ആൾക്കാരുടെ പേരെടുക്കണം, കൺസൾട്ടേഷൻ എടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചായിരുന്നു അല്ലേ. നമ്മളല്ല, ഞാനിങ്ങനെ എനിക്കൊരു ഇൻഡ്യൂഷൻ വന്നിട്ട് ഞാൻ ചെയ്തതാണ്. അത് ചെയ്തപ്പോൾ തന്നെ അതിൽ പോള് ചെയ്തവരെ തമ്മിൽ വിളിക്കാൻ നോക്കി. എന്താ ആവശ്യം? അപ്പോൾ ഞാനും ഗായത്രി എത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ ഗായത്രിക്ക് അനാവശ്യമായിട്ട് എന്ന് പറഞ്ഞാൽ അനാവശ്യമല്ല, ആവശ്യം എപ്പോഴും മെസ്സേജ് ചെയ്യുന്നു. ഗായത്രി എനിക്ക് മെസ്സേജ് ചെയ്താലും ഇഷ്ടപ്പെടുകയില്ല. നമുക്ക് നമ്മുടേതായ സമയമുണ്ട്. അപ്പോൾ അതിൽ അതിബുദ്ധി കളിച്ച് ചിലർ പാലക്കാട് എവിടെയാണ്, കൊല്ലത്ത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവർ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി. ഞാൻ അവരോട് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് കാര്യം. അപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ അവരെ റിമൂവ് ചെയ്തു. പലരും ഇങ്ങനെ കാർമിക്ക് വാങ്ങിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ തത്വമസി എന്ന് പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശബരിമലയിൽ പോകുമ്പോൾ എനിക്ക് ആ എനർജി അവിടെ പമ്പയെ വെച്ച് കണക്റ്റ് ആയി എന്ന് കണ്ടുകൊണ്ട് ടീച്ചറിനും ഇതായിട്ട് ടീച്ചർ തുടങ്ങിയതാണ് തത്വമസി എന്നുള്ള ഗ്രൂപ്പ്. അയ്യപ്പൻ്റെ ഇതാണ് അതിൽ വെച്ചിരിക്കുന്നത്.
അപ്പോൾ ആ ഗ്രൂപ്പ് എല്ലാവരുടെയും എന്താണ് നമ്മുടെ നരേന്ദ്രമോദി സർവ്വജനഹിതായ ജനസുഹായ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് തുറുപ്പുകുലാൻ കളിച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ ആ സോള് വേദനിക്കും. അതാണ് അത് കണ്ടത്. ആ ഫോട്ടോയിലൂടെ കമ്മ്യൂണിക്കേറ്റ്. ഞാൻ ആ നമ്മുടെ ഡിസ്കഷനിലൊന്നും ഞാനത് പറഞ്ഞില്ല. ഇല്ല, അത് നമ്മൾ ആ ഒരാഴ്ച മുന്നേ അത്യധികം വേദനിപ്പിക്കുന്ന രീതിയിൽ ഏറ്റവും ട്രസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായ സമയത്ത് ടീച്ചറിനോട് സംസാരിച്ചിരുന്നു. അപ്പൊ ടീച്ചറാണ് പറഞ്ഞ, മക്കളെ ഇത് ആ ഒരു സമയത്ത് ആ ഫോട്ടോയിൽ നിന്ന് വന്ന കണ്ണുനീരാണ് ആ സമയത്ത് വന്നതാണ്. അതും ഞാൻ ആ ഫോട്ടോ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന്റെ കോർണറിലായിട്ട് ചുമന്ന് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ശരിക്കും കണ്ണീന്ന് അത് വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു 1.5 മിനിറ്റോളം വീഡിയോ ഉണ്ട്. അത് ടീച്ചർ തന്നെ എടുത്തതായതുകൊണ്ട് അതിൽ AI ടൂളൊന്നും യൂസ് ചെയ്തില്ല എന്ന് ഉറപ്പാണ്. ചിലപ്പോൾ അതും പറയും AI വെച്ച് കരയിക്കാം, വേണേ നെഞ്ചത്തടിച്ച് കരയിക്കാം എന്നൊക്കെ പറയുന്നു. ചെയ്യാമായിരിക്കും, പക്ഷെ ടീച്ചർക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. അതെ, അത് ചെയ്യേണ്ട ആവശ്യവുമില്ല. അപ്പോൾ ഓരോ രീതിയിലും അവർ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾ ബാക്കിയുള്ളവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പം നമുക്കറിയാം, ഞാനും ഗായത്രിയും കൂടി ഇപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നിട്ട് അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലാകാട്ട് ഗായത്രിയും പറയാറുണ്ട്, ഞാനും മലയാളം പറയുന്നു, ഗായത്രിയും മലയാളം പറയും. എന്നിട്ടും മനസ്സിലാകാത്ത ആൾക്കാരുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ മലയാളം തന്നെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞാൻ കൊങ്ങിണിയാണെന്ന് വെച്ചാൽ കൊങ്ങിണിയിലുള്ളവരെയും പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ നമ്മുടെ ഫാമിലിയിലുള്ളവരോടും ക്ലോസ് ആയിട്ട്, നമ്മുടെ ജീവിത പങ്കാളിയോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇമോഷൻസാണ്, അല്ലേ? ഇമോഷൻസ് അല്ലാത്ത ഒന്നും നമ്മൾ ആ ഇമോഷൻസ് വാക്കുകളിലൂടെ വരിക. ചിലത് ആവശ്യങ്ങളാകാം, ചിലത് അംഗീകാരം ആവശ്യമാകാം, ചിലത് ആഗ്രഹങ്ങളാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകാം. അപ്പോൾ ആ ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പരിമിതികൾ വരുന്നു. ഇവർ പല രീതിയിൽ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ബൾബ് ചെയ്തതാണെങ്കിലും ആട്ടെ, യൂട്യൂബ് റിലേഷൻ ബ്ലിങ്ക് ചെയ്തതായിട്ടാകട്ടെ, നായക് ഇന്ദ്രജിത്തിൻ്റെ ഫോട്ടോയിൽ വന്ന ഇത് അവരുടെ കമ്മ്യൂണിക്കേഷൻസ് ആണ്. ഇപ്പൊ മയിൽപ്പീലി ഇടയ്ക്ക് ആടുന്നതുമായിട്ട് ഇതൊക്കെയാണ്. ഫാനൊന്നും ഇല്ല, ഒന്നുമില്ല, ജനലടച്ചിരിക്കുകയാണ്, AC അവിടെയാ വർക്ക് ചെയ്യണം. ഇതിന്റെ നേരെയല്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻസ് പല നടക്കുന്നത്. അതിൽ പറയുന്നത് മയിൽപ്പീലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. വിളക്ക്, ദീപനാളം, അത് ഞാൻ പറഞ്ഞ ഗായത്രി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അമ്പലത്തിൽ പോയിട്ട് എന്തെങ്കിലും ആരോ പറഞ്ഞു എൻ്റെ അടുത്ത് കേട്ടോ, അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദീപം ഇങ്ങനെ ഇതായതായിട്ട് കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പൂജ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ക്ഷേത്രത്തിൽ, കോതവളങ്ങര ബാലഭദ്ര ക്ഷേത്രത്തിൽ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ തന്നെ ഭഗവത് സേവയുടെ സമയത്ത് കയറിയപ്പോഴത്തേക്കും ഓരോ പൂവും മാലയൊക്കെ താഴെ വീണ അനുഭവമുണ്ട്. ഞാൻ ഭഗവതിയുടെ കമ്മ്യൂണിക്കേഷൻ സാറിനോടൊരു റീസെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ, എനിക്ക് ഓർമ്മ. കൊറ്റങ്കാവിലമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഭഗവതി വന്നിരുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതിനുശേഷം തൊട്ടിട്ട് അമ്മയായിട്ടുള്ള എൻ്റെ അമ്മയാണ് എന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ ഭഗവതിയോട് എന്തെങ്കിലും ആവശ്യങ്ങൾ മാത്രമല്ല, എന്താണെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ പോലും അമ്മേനെയാണ് ആശ്രയിക്കുക. അമ്മയോട് പോയി ചോദിക്കും, ശരിയാണോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ, എന്താ ഉദ്ദേശിക്കണേ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ഫ്രണ്ട്ലി ടോക്കാണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഭഗവതി വളരെ സുന്ദരിയാണ്, വളരെ എന്താ പറയാ, നിറവോട് കൂടിയിരിക്കുന്ന ഒരു ചൈതന്യമാണ് ഭഗവതി. അപ്പം തന്നെ എനിക്ക് ചോദിക്കുന്നതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് പൂവിട്ട് തരും. അതായത് ദേഹത്തിരിക്കുന്ന പൂജാരിമാരകത്തുണ്ടാവില്ല, കാറ്റ് വരാനുള്ള ഓപ്ഷൻസ് ഇല്ല. അവിടെ ഇരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് വെക്കുമ്പോഴത്തേക്കും ഇങ്ങനെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും പതുക്കെ അവിടെ നെഞ്ചിലിരിക്കുന്നതോ അവിടെ ഇരിക്കുന്ന പൂ ഇങ്ങനെ വീഴും. അപ്പോഴേക്കും ഇത് കാറ്റടിച്ചിട്ട് വീണല്ലേ, ചുമ്മാ തമാശ കളിക്കരുത്, കാര്യം പറയണം എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു കഴിയുമ്പോൾ അടുത്തതും കാണിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് സംവദിക്കണേ. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ തൃക്കോവിൽ ക്ഷേത്രത്തിലേക്ക് ഇപ്പൊ നമ്മള് അപ്പൊ പക്ഷെ നമ്മളിങ്ങനെ സാറ് പറഞ്ഞതനുസരിച്ചിട്ട് ആ ഒരു കാര്യത്തിനേക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചപ്പം സാറ് പറഞ്ഞത് എനിക്ക് നടത്താൻ പറ്റണം അമ്മേ, അത് സാറിനോട് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്കത് നടത്താൻ സാധിക്കണം. അത് ഞാൻ പോകേണ്ട ഡ്യൂട്ടി ആണെങ്കിൽ എനിക്ക് കാണിച്ചു തരണം, എന്നോട് സാറ് പറഞ്ഞതാണ്, അതിനൊരു തടസ്സങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ കാണിച്ചു തരണം എന്നുള്ള രീതിയിൽ ഭഗവതിയോട് അന്ന് രാവിലെ ഞാൻ ചെന്ന് ചോദിക്കും. കൊറ്റങ്കാവമ്മയോട് രാവിലെ ബുധനാഴ്ച തീർച്ചയായിട്ടും സാർ നമുക്ക് പോകണം. അപ്പോൾ ബുധനാഴ്ച രാവിലെ ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവതിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ലേ ഞാൻ ചോദിച്ചത്, ഓക്കെ അല്ലേ എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിയോഗിക്കപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട്, സാറിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് സാർ ഇവിടെ വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ പൂക്കളൊക്കെ ഇട്ട് തന്നു.
അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പം നമ്മുടെ ടാസ്ക് അസൈൻ ചെയ്തു എന്നുള്ളത്. അപ്പൊ അസൈൻ ചെയ്ത ആള് ഇദ്ദേഹമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം നവാഹയജ്ഞം തുടങ്ങുമ്പോൾ രുക്മിണി സ്വയംവരം ഉണ്ടല്ലോ. അപ്പൊ സ്വയംവരത്തിന് ഭഗവാൻ രുക്മിണി സ്വയംവരം അല്ല, ശിവപാർവതി സ്വയംവരം ഉണ്ട്. അപ്പൊ സ്വയംവരത്തിന് ശിവൻ വരുന്നത് അവിടെ നിന്നാണ്. താലപ്പൊലിയായിട്ട് അവിടെ നിന്ന് പോയി സ്വീകരിച്ച് കുട്ടികള്, ചെറിയ കുട്ടികളെ, അതായത് ഒരു കുട്ടി ശിവനായിട്ടും ഒരു കുഞ്ഞ് പാർവതിയായിട്ടും വേഷം ചെയ്ത് താലപ്പൊലിയോടുകൂടി അഷ്ടമംഗല്യ താലങ്ങളോടുകൂടി വളരെ വലിയ ഗംഭീരമായിട്ടുള്ള സ്വീകരണത്തോടുകൂടി ശിവക്ഷേത്രത്തിൽ നിന്നാണ് വരുന്നത്. നവാഹയജ്ഞത്തിന് അവിടെ നിന്നാണ് ഭഗവാൻ എഴുന്നള്ളി ഭഗവതിയുടെ അടുത്ത് വന്ന് അവിടെ കല്യാണം നടക്കുന്നത്. അപ്പോ ഞാൻ അമ്മയോടല്ലേ ചോദിക്കണ്ടേ. അപ്പൊ അമ്മ ടാസ്ക് അസൈൻ ചെയ്ത് തന്നു എനിക്ക്. ഞാൻ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു, അമ്മ ഞാൻ മനുഷ്യ സ്ത്രീയാണ്, എന്നെ തെറ്റിക്കരുത് എന്ന് പറയുമ്പോ അടുത്ത പൂവിട്ട് തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ടാസ്ക് എഴുതിയിട്ടുണ്ട്, നോട്ടഡ്, ടാസ്ക് നോട്ടഡ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിലേക്ക് കടക്കുന്നത്. അത് സാറ് നിമിത്തം മുഖാന്തരം സാറ് പറയുകയും ചെയ്തു, നമുക്കിവിടെ ഒരു ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു. അത് ഇങ്ങനെയാണ് കണക്ഷൻ. എല്ലാവരും ചോദിക്കും ഇത് എങ്ങനെയാണ് ഈ പ്രപഞ്ചം നമ്മളോട് സംവദിക്കുന്നത് മനസ്സിലാക്കുക എന്നുള്ളത്. കുറച്ച് അവിടെ ചെന്നപ്പോ ഒരു ചേട്ടൻ ചോദിച്ചു ഇയാൾ ആരാണ്, എന്താണ് സംസാരിക്കുക, എന്തിനാ വന്നതെന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. അതെ, അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതെന്തായാലും സാറ് അടുത്തൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും പറയണം. തീർച്ചയായിട്ടും. അതെ, അപ്പൊ ഈ എപ്പിസോഡ് നമ്മൾ മൈൻഡ് അപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.